നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വാട്സപ്പ് എന്ന് പറയുന്ന ഒരു മാധ്യമം അല്ലെങ്കിൽ വാട്സപ്പ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എങ്ങനെ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത്. ഔട്ട് ഓഫ് 796 മില്യൺ യൂസേഴ്സ് ഇൻ ഇന്ത്യ ഹു ഈസ് യൂസിങ് ഇൻ്റർനെറ്റ്, ഓക്കെ, 796 മില്യണിൽ 400 മില്യൻ്റെ പുറത്ത് ആൾക്കാർ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സ്ട്രാറ്റജീസ് പറയാം. വാട്സപ്പ് ഹൈപ്പർ പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നൊരു സെക്ടറിലാണ് വാട്സപ്പിൻ്റെ സെഗ്മെൻറ്റ് പൊസിഷനുള്ളത്. ഒന്ന്, നമുക്ക് ഓട്ടോമേറ്റഡ് നോട്ടിഫിക്കേഷൻസ് റിമൈൻഡേഴ്സ് കൊടുക്കാം. രണ്ടാമത്തെ, വാട്സപ്പിലേക്ക് മാത്രം നമുക്ക് ആഡ് സെൻഡ് ചെയ്യാം. മൂന്നാമത്തെ, വാട്സപ്പ് പേഴ്സണലൈസ്ഡ് മെസ്സേജുകൾ നമുക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യാൻ പറ്റും. നാലാമത്തെ പോയിന്റ്, വെബ്സൈറ്റ് ട്രാഫിക്കിനെ നമുക്ക് വാട്സപ്പിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോമേറ്റഡ് ചാറ്റ് സപ്പോർട്ടിന് നമുക്ക് വാട്സപ്പിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലുള്ള പ്രമുഖ കമ്പനികളെല്ലാം ട്രാവൽ ഇൻഡസ്ട്രി, ഹോട്ടൽ ഇൻഡസ്ട്രി, ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി, ബാങ്കിങ് ഇൻഡസ്ട്രി, ഇവരെല്ലാവരും ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്തിരിക്കുന്നു വാട്സപ്പിന്. അപ്പോൾ നിങ്ങൾക്കും വാട്സപ്പിൽ ഇതുപോലത്തെ ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യാം. നിങ്ങൾ ഹൈപ്പർ പേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ, നിങ്ങളുടെ ഫേമിൽ ചെയ്യുന്നത്.